നന്ദുഷ, അങ്ങനെയാകുമ്പോൾ ഈ വനംവകുപ്പിന്റെ വാദം പൊളിയുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ അവർ എന്ത് കാര്യമാണ് പറയുന്നത്, എന്ത് വിശദീകരണമാണ് നൽകുന്നത്? ഇത്രയും പേരെ ഇങ്ങനെ അന്യായമായി കസ്റ്റഡിയിലെടുക്കുക, നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ കസ്റ്റഡിയിലെടുക്കുക എന്ന് പറയുമ്പോൾ കരുതൽ തടങ്കലാണെന്നാണ് അവർ പറയുന്നത്. ഇതിന്റെ വിശദീകരണം എന്താണ്? ഈ കാട്ടാന ചരിഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് കരുതൽ തടങ്കലിലെ ആളുകളെ എടുക്കാനുള്ള അധികാരം വനം വകുപ്പിനില്ല. അത് തന്നെയാണ് MLA പ്രധാനമായും ഉയർത്തിക്കാട്ടുന്ന ഒരു വാദം. കാരണം ഈ ഒരു അതായത് ഒരു ആന ചരിഞ്ഞു, അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ആളുകളെ കരുതൽ തടങ്കലിൽ വെക്കാനുള്ള യാതൊരു അധികാരവും വനം വകുപ്പിനില്ല. ഈ അത്തരം അധികാരം ഇല്ലാതെ തന്നെ ആളുകളെ അന്യായമായി അവര് താമസിക്കുന്ന വീടുകളിലും അവരുടെ നാട്ടിലുമൊക്കെ വന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അവരെ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ വെച്ച് ഭീഷണിപ്പെടുത്തുകയും അവിടെ വെച്ച് ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തിനാണെന്നാണ് MLA പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി ചോദിക്കുകയും ചെയ്യുന്നത്. ഈ വിഷയങ്ങളൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ പുറത്തു വന്നെങ്കിൽ പോലും അടിസ്ഥാനപരമായി ഇതിന് തെളിവ് ഇല്ലായിരുന്നു. ഇതിപ്പോൾ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ MLAയുടെ ഭാഗത്താണ് ശരി എന്ന് തോന്നിപ്പിക്കുന്ന വിധമുള്ള വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ കാര്യങ്ങൾ MLAയുടെ ചോദ്യങ്ങളിൽ ഒന്നുപോലും കൃത്യമായ മറുപടി പറയാനില്ലാതെ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കോന്നി DYSPയുടെ സാന്നിധ്യത്തിലാണ് ഈ ചോദ്യങ്ങളെല്ലാം വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്നത്. ആ ചോദ്യങ്ങളിൽ പോലും ഒരു ചോദ്യത്തിന് പോലും റേഞ്ച് ഓഫീസർ കൃത്യമായ മറുപടി പറയാനാകാതെ നിൽക്കുന്നത് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം അന്യായമായി ഈ 11 പേരെ കരുതൽ തടങ്കൽ എന്ന് തന്നെയാണ് MLA ഉപയോഗിക്കുന്ന ഭാഷ. പക്ഷെ കസ്റ്റഡിയിൽ എടുത്തുവെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ MLAയോട് പറയുന്നത്. 6 പേരെ, അത് 11 എന്ന സംഖ്യയാണെന്നാണ് MLA കണ്ടെത്തുന്നത്. ഏതായാലും 11ഓളം പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ 4 പേരാണ് നിലവിൽ കൂടൽ പോലീസ് സ്റ്റേഷനിൽ പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെ പരാതി നൽകിയിരിക്കുന്നത്. തങ്ങളെ അന്യായമായി കരുതൽ തടങ്കലിൽ പാർപ്പിച്ചു എന്നതടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കസ്റ്റഡിയിലെടുത്ത 4 പേർ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഏതായാലും വിഷയം കൂടുതൽ വലുതാക്കുകയാണെന്ന് നമുക്ക് ഈ വിഷയം പുറത്തു വരുന്നതിലൂടെ മനസ്സിലാക്കുന്നു. അന്ന് ഈ MLAയുടെ മാത്രം വീഡിയോ പുറത്തു വന്ന ഘട്ടത്തിൽ MLA ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് എന്തെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? നമ്മളതിന് ശ്രമിച്ചിട്ടുണ്ടോ? അതായത് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് MLA ഈ വിഷയം തുടങ്ങിയ അന്ന് തന്നെ പുറത്തുവിട്ടിരുന്നു. തല പോയാലും ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്നായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിലെ പ്രധാന വാചകം. അതിനോടൊപ്പം ഈ പാടം മേഖലയിൽ, കുളത്തുമൺ മേഖലയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന നടപടിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നും MLA ഈ വിഷയത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചിരുന്നു. ആ 2 വാചകങ്ങൾ എടുത്ത് വായിച്ചാൽ തന്നെ അതിനെ എത്രത്തോളം ഈ ദൃശ്യങ്ങളുമായി ബന്ധിപ്പിച്ച് വായിച്ചാൽ തന്നെ എത്രത്തോളം അതിൽ സത്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം ഈ കോന്നി ഏരിയ കമ്മിറ്റി, CPMന്റെ കോന്നി ഏരിയ കമ്മിറ്റി ഇന്ന് പത്തനംതിട്ട DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. ഈ മാർച്ചിൽ MLA പങ്കെടുക്കുന്നുണ്ട്. ഈ മാർച്ച് സ്ഥലത്ത് വെച്ച് MLA പ്രതികരണം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ കൂടുതൽ ദൃശ്യങ്ങൾ MLAക്ക് അനുകൂലമായി പുറത്തു വന്ന സാഹചര്യത്തിൽ വനംവകുപ്പിനെതിരായിട്ടുള്ള ഒരു പ്രതികരണം MLAയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ വനംവകുപ്പ് മന്ത്രി പ്രതികരണം നടത്തിയിരുന്നു. സർക്കാർ നിഷ്പക്ഷമായ ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് വനംവകുപ്പ് മന്ത്രിയുടെ ഒരു പ്രതികരണം പുറത്തു വന്നത്. ഏതായാലും നിലവിൽ CPMന്റെ പ്രതിഷേധ സമരം കോന്നി ഇപ്പോൾ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാക്കുകൾ നമുക്ക് വ്യക്തമാകുകയാണെങ്കിൽ 6 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. MLAയുടെ വാക്കുകൾ കേൾക്കുകയാണെങ്കിൽ 11 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ഒപ്പം തന്നെ പരാതിയുമായി ഇപ്പോൾ 4 പേരാണ് നിലവിൽ രംഗത്തെത്തിൽ. അങ്ങനെയാണെങ്കിൽ ഈ 11 പേരെ കസ്റ്റഡിയിൽ എടുത്ത കാര്യം നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അവർ മറ്റുള്ള ആൾക്കാർ പരാതിയുമായി പോകാനുള്ള സാധ്യത അത് എത്രത്തോളമാണ്? 11 പേരെ കസ്റ്റഡിയിലെടുത്തു എന്ന് പറയുന്നത് MLAയുടെ വാദമാണ്. 6 പേരെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആ വീഡിയോയിൽ സമ്മതിക്കുന്നത്. ഏതായാലും 6 പേരെ കസ്റ്റഡിയിലെടുത്തു എന്ന് തന്നെ വെച്ചാൽ പോലും ഈ 6 പേരെ കസ്റ്റഡിയിലെടുക്കുന്ന നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരു ജാഗ്രത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പാലിച്ചിട്ടില്ല. അതോടൊപ്പം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കോന്നിയിൽ കാട്ടാന ഷോക്കേറ്റ് ചെരിഞ്ഞ സംഭവത്തിൽ 6 പേരെ അന്യായമായി നടപടിക്രമങ്ങൾ ഒന്നും പാലിക്കാതെ കസ്റ്റഡിയിൽ എടുത്തു എന്ന് വ്യക്തമാക്കുന്ന വനംവകുപ്പിന്റെ വാദം പൊളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം KU ജനീഷ് കുമാർ MLA വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുന്ന ദൃശ്യങ്ങൾ മാത്രമാണ് പുറത്തുവന്നത്. പക്ഷേ ജനങ്ങൾക്കൊപ്പം നിൽക്കും, നീതിക്കൊപ്പം നിൽക്കും എന്നുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം അദ്ദേഹം പുറത്ത് വിട്ടിരുന്നു. JCB ഓപ്പറേറ്റർക്ക് വേണ്ടി മാത്രമല്ല അദ്ദേഹം സംസാരിച്ചു. ഒപ്പം തന്നെ അവിടെ ബാക്കിയുള്ള 6 പേരെ അന്യായമായി അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ പാലിക്കാതെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സമ്മതിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. വിശദാംശങ്ങളാണ് നന്ദുഷ നൽകിയത്.